ഹായ് ഹലോ, നമ്മുടെ ഹെയർ കെയർ ചാലഞ്ചിൻ്റെ 4ാമത്തെ വീഡിയോ ആയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഹെയറിൽ മസാജ് ചെയ്യേണ്ടതെന്നുള്ള കാര്യവും അതുപോലെ തന്നെ ഞാൻ ആ 7 ഡേയ്സ് കൊണ്ട് നമ്മുടെ ഹെയർ ഗ്രോത്ത് ആവുന്ന സിറം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യവുമാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഹെയർ നല്ലോണം ജട കളഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ ഹെയർ നല്ലോണം ചുറ്റി കെട്ടുന്നതുകൊണ്ടാണ് കേട്ടോ എൻ്റെ ഹെയർ ഇങ്ങനെ കിടക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നീളത്തിനാണ് കിടക്കുന്നുണ്ടാവുക. ഇപ്പം ഹെയർ നല്ലോണം ചുരുട്ടിയാണ് കെട്ടുന്നത്, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ. അതുപോലെ നമ്മൾ കെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ടിൽ കുറച്ച് പോർഷൻ ഹെയർ പോയിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ ചെറിയ ചെറിയ മുടി വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ കുറച്ച് വലുതായിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ. അതുപോലെ തന്നെ നമ്മൾ വകിച്ചിലെടുക്കുമ്പോഴത്തേനും അവിടെയും കുറച്ച് മുടികൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണോ നേർ വകുപ്പ് എടുക്കുക അതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ കൈയായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ റൗണ്ടിൽ മസാജ് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക, അതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ എനിക്ക് റൗണ്ടിൽ ചെയ്യാൻ ഭയങ്കര പാടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മേപ്പട്ടിക്കും താഴ്പട്ടിക്കും അങ്ങനെയാണ് ഒരു ലൈൻ പോലെയാണ് ഞാൻ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ പുറകു ഭാഗമില്ലേ, അതായത് നമ്മുടെ തലയോട്ടീൻ്റെ പുറകു വശം, ആ ഭാഗത്തും നമ്മൾ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറിയൊരു വേദന അനുഭവപ്പെടുന്നവർ നല്ല രീതിയിൽ ഒരു സൈഡ് തലമുടി ഇങ്ങനെ കെട്ടി വെച്ചതിന് ശേഷം രണ്ട് കൈയായിട്ടും നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഇപ്പം നമുക്ക് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ടാണെങ്കിൽ നമുക്കിതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാം. അതുപോലെ താളി അപ്ലൈ ചെയ്തിട്ടാണെങ്കിൽ നമുക്കിതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ കൂടെ രാവിലെയോ രാത്രിയോ നിങ്ങൾക്ക് സമയം കിട്ടുന്ന ഏതൊരു ടൈമാണെങ്കിലും ഒരു 5 മിനിറ്റ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇങ്ങനെ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ ബാക്ക് സൈഡിലും അതുപോലെ തന്നെ നമ്മളെ ഫ്രണ്ടിലും ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേനും കുറച്ചും കൂടി ഹെയർ ഗ്രോത്തിന് അടിപൊളിയായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഞാൻ 7 ഡേയ്സ് കൊണ്ട് ഹെയർ വളരുന്ന, അതായത് ഹെയർ ഗ്രോത്ത് ആവുന്ന ഒരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഡ്രൈ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്ത് ഇതുപോലെ മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ തലമുടി ഉണങ്ങിയതിന് ശേഷം മാത്രം കെട്ടി വെക്കുക കേട്ടോ. അപ്പോൾ ഇത് രാത്രി വേണമെങ്കിലും അപ്ലൈ ചെയ്യാം, രാവിലെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. നമുക്ക് നീരിറക്കത്തിൻ്റെ പ്രശ്നം ഇല്ല എന്നുണ്ടെങ്കിൽ തലയോട്ടിയിൽ അപ്ലൈ ചെയ്യാം. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയറിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ നല്ലൊരു ഡാർക്ക് കളറാവും, അതായത് നമ്മൾ നല്ലോണം കറുക്കും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷൈനി ഹെയർ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ മസാജ് ചെയ്തു. ഇനി ഹെയർ ഇതുപോലെയാണ് ഞാൻ കെട്ടി വെക്കുന്നത് കേട്ടോ. ഇങ്ങനെ ചെയ്യുകതിന് ശേഷം തലമുടി നല്ലോണം ആ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണുന്നില്ലേ ഹെയർ വരുന്നത്, ഇതുപോലെയാണ് ഞാൻ ചുറ്റി കെട്ടി വെക്കുന്നത് കേട്ടോ. അതാണ് എൻ്റെ ഹെയർ അങ്ങനെ ചുരുണ്ട് കിടക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.